ലൈംഗിക പീഡന കേസിൽ എം മുകേഷ് എംഎൽഎക്ക് ഇന്ന് നിർണായകം. മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട നടൻ സിദ്ദിഖും മുൻകൂർ ജാമ്യം തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി സൈഫുന്നിസ അലിയാർ ചേരുന്നു. സൈഫുന്നിസ, മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നിർണായക ദിവസമാണ്. ജാമ്യം ലഭിക്കാനുള്ള സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ശിശിര. മുൻകൂർ ജാമ്യാപേക്ഷ തേടി നേരത്തെ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുകേഷ് സമീപിക്കുകയും അതേ തുടർന്ന് മുകേഷിന് അറസ്റ്റിൽ നിന്ന് ഇളവ് ലഭിക്കുകയും ചെയ്തിരുന്നു. മുകേഷിനെ അറസ്റ്റ് ചെയ്യരുത്, കോടതി തീരുമാനം വരുന്നതുവരെ എന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിനി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രധാനമായും പോലീസിന്റെ ഒരു സത്യവാങ്മൂലമാണ് നൽകാൻ പോകുന്നത്. അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് ഇതുവരെ ഈ നടിയുടെ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലും പിന്നീട് മുകേഷിന് ഉയർന്നു വന്ന ഗുരുതരമായ മറ്റ് ആരോപണങ്ങളിലും വടക്കാഞ്ചേരിയിലടക്കം രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം ഉയർത്തിക്കാട്ടി ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രതിരോധിക്കാനാകും പോലീസിന്റെ ശ്രമം. മരട് പോലീസ് സ്റ്റേഷനിലാണ് മുകേഷിനെതിരായ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുകേഷിന്റെ കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ അന്ന് മുതൽ അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ടാകും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുക. എന്നാൽ കഴിഞ്ഞ ദിവസം മുകേഷ് കൊച്ചിയിലെത്തി അഡ്വക്കേറ്റ് ജിയോ പോളുമായി കൂടിക്കാഴ്ച നടത്തുകയും അഭിഭാഷകന് ഈ തന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം കൈമാറുകയും ചെയ്തു. മുകേഷ് ഉന്നയിക്കുന്ന ഗുരുതരമായ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ നടി ഈ ആരോപണം ഉയർത്തുന്നതിന് മുൻപേ തന്നെ തന്നോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട്, ഫോൺ സംഭാഷണങ്ങളുണ്ട്, മെസ്സേജുകളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ സമർപ്പിക്കും എന്ന രീതിയിലായിരുന്നു അഭിഭാഷകനോട് മുകേഷ് പറഞ്ഞത്. ഈ തെളിവുകളെല്ലാം അഭിഭാഷകനെ കഴിഞ്ഞ ദിവസം മുകേഷ് കൊച്ചിയിലെത്തിയപ്പോൾ കൈമാറുകയും ചെയ്തു. അഭിഭാഷകൻ ഈ തെളിവുകൾ മുൻനിർത്തിയാകും ഇത് ഒരു തെറ്റായ ആരോപണമാണ്, പണം തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഈ പരാതിക്കാരിയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാകും അഭിഭാഷകൻ ശ്രമിക്കുക. ഈ തെളിവുകളെല്ലാം ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദീഖിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ. ഈ കേസിലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ നടിയുടെ തിരുവനന്തപുരത്ത് ഉള്ള നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും 164 എടുക്കുകയും അതിനെ തുടർന്ന് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മസ്കത്ത് ഹോട്ടലിലെത്തി ഇവരും അവിടെ മുറിയെടുത്തിരുന്നതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ തെളിവുകളെല്ലാം നിരത്തി ഈ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാനാകും പോലീസും ശ്രമിക്കുക. എന്തായാലും സിദ്ദീഖ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത.